ഇന്ന് ഞാൻ എവിടെയാണ് പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ ഞാനിന്ന് ഒറ്റയ്ക്കല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുൾ ഒറ്റയ്ക്കായിരുന്നില്ലേ. ഇന്ന് എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ ഒരു 5-6 ഫ്രണ്ട്സ്. അപ്പോൾ അവരോടൊപ്പമുള്ള എൻ്റെ ഒരു യാത്രയാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് കൂടിയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കുറേ ഫ്രണ്ട്സ്, അവരുമൊത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടാറുണ്ട്. അങ്ങനെ ഒരു ഒത്തുകൂടലാണ് ഇപ്പോൾ ഈ പോക്ക്. അപ്പോൾ ഞാൻ പോകുന്നത് ബോണക്കാടാണ്. ബോണക്കാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും. ബോണക്കാട് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ, നമ്മളുടെ കൂടെ പഠിച്ച തന്നെ ഒരു കൂട്ടുകാരൻ അവിടെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ മണ്ഡലകാലത്ത്. അപ്പോൾ അവൻ്റെ കെയർ ഓഫിൽ നമ്മളവിടെ താമസിക്കാൻ പോവുകയാണ് ഒരു ദിവസം. കഴിഞ്ഞ വർഷവും ഇതേപോലെ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, അടിപൊളി വൈബായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഫ്രണ്ട്സുമായിട്ടുള്ള കളിയും തമാശയും പിന്നെ ക്യാമ്പ് ഫയറും പിന്നെ യാത്രയും പിന്നെ നമ്മുടെ ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതും പിന്നെ അവിടുത്തെ പാചകവും കുക്കിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇപ്പോൾ വിതിര കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് അഭിലാഷ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്. പിന്നെ വേറൊരു ഫ്രണ്ടുണ്ട് രാജി, ജസീനയുടെ ഹസ്ബൻഡ്, പിന്നെ പൂജാരി എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അവൻ്റെ പേര് ഹരി എന്നാണ്. അവനും നമ്മളുടെ പഠിച്ചതാണ്. പിന്നെ അവരുടെയൊക്കെ മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഐസറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കാണാം കേട്ടോ. ഏകദേശം ചെക്ക് പോസ്റ്റ് എത്താറാ കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. പിന്നെ അവിടെ പേരെഴുതി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഫോർമാലിറ്റീസേ ഉള്ളൂ. 2 വശവും അടിപൊളി നല്ല ഫോറസ്റ്റ് കേട്ടോ. ഇതിപ്പം സമയം ഏകദേശം ഒരു 4:30-5 മണിയോട് അടുപ്പിച്ചായി. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇറങ്ങി. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്ന ആ ഒരു പാത. ഇവിടുന്ന് ബോണക്കാട് വഴി അവിടെ അഗസ്ത്യാർകൂടത്തിൻ്റെ ഒരു ഹോൾട്ടിംഗ് പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പം ആ കാണുന്ന അവിടെ നിന്നാണ് നമുക്ക് ചെക്ക് പോസ്റ്റ്. അവിടെയാണ് നമുക്ക് എഴുതി വയ്ക്കേണ്ടത് നമ്മൾ എത്ര പേരുണ്ട്, വണ്ടി നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മാക്സിമം വരാൻ പറ്റുന്നവരെല്ലാം വന്ന് കാണുക കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് ബോണക്കാട് കമ്പനി അവരുടെ സ്റ്റാഫിന് വേണ്ടി നിർമ്മിച്ച് നൽകിയ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ബോണക്കാട്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് പള്ളികളും അത്യാവശ്യം കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരിയാണ് നമ്മുടെ ഈ കൂട്ടുകാരൻ. പിന്നെ നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ഒരു ലയത്തിലാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് രാജി, ബാക്കിൽ ജസീന, ആ കാണുന്ന ഹെൽമെറ്റ് വെച്ച മനുഷ്യനാണ് അഭിലാഷ്. പിന്നെ 2-3 പിള്ളേരുമുണ്ട്. പിന്നെ ജസീനയുടെ ഹസ്ബൻഡുണ്ട്. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റെല്ലാം കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് അതിമനോഹരമായ പാതയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ പോകുമ്പോൾ സൂക്ഷിക്കണം, ഓപ്പോസിറ്റ് ബസ് ഇറങ്ങി വരും, പെട്ടെന്നായിരിക്കും എല്ലാം. അതുകൊണ്ട് ഹോൺ അടിച്ച് വേണം പോകാൻ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഇഷ്ടം പോലെ, അന്ന് ഒരുപാട് ലേറ്റായിരുന്നു. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ പോക്കിനും നമുക്ക് അത്യാവശ്യം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫുള്ള് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി വരുന്നവർ ഏകദേശം സൂക്ഷിച്ചൊക്കെ വരിക. നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് അവിടുത്തെ തേയില നുള്ളുന്ന അല്ലെങ്കിൽ നുള്ളിക്കൊണ്ടിരുന്ന ആൾക്കാർ താമസിച്ചിരുന്ന ലയങ്ങളിലാണ്. അത് വല്ലാത്തൊരു അനുഭവമാണ്.
അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോയിൽ കാണാം. നമ്മുടെ ഗ്രൂപ്പിലെ റൈഡേഴ്സാണ് ആ പോകുന്നത്. അതിൻ്റെ കൂടെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലെ ജിമ്മനായ അഭിലാഷിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഏകദേശം ആ ക്ഷേത്രത്തിലെ ഒരു 7 മണിയാകുമ്പോൾ നട അടയ്ക്കും. എല്ലാ ദിവസവും ഒന്നും ഓപ്പൺ അല്ല ക്ഷേത്രം. മാസത്തിൽ 2ാമത്തെ തീയതി, അതായത് മലയാള മാസമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൃശ്ചിക മാസം, അതായത് മണ്ഡലകാലത്ത് 41 ദിവസം. ഇങ്ങനെയാണ് അവിടുത്തെ ഓപ്പണിംഗ് ടൈം. ആദ്യം ഇത് കമ്പനിയുടെ കൈവശമായിരുന്നു. പിന്നെ കമ്പനി പൂട്ടിപ്പോയതിന് ശേഷം അവിടുത്തെ നാട്ടുകാർ എടുത്ത് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നടത്തുന്നതാണ്. ഭയങ്കര ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെയൊക്കെയുള്ള, നല്ല ആൾക്കാരാണ്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ആൽത്തറകൾ പോലെ കെട്ടിയൊക്കെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വഴിയെ പോകുമ്പോൾ കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കുറേ വന്യജീവികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല കാണാൻ അടിപൊളിയാണ് ഈ സ്ഥലം. ട്രിവാൻഡ്രത്ത് വളരെ കുറച്ച് പേരെ ഈ ബോണക്കാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗസ്ത്യാർകൂടത്തിൽ പോകുന്നത് ഇതേ വഴിയാണ്. പിന്നെ റോഡുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ മോശമാണ്. കുറച്ചും കൂടെ നമ്മൾ മുന്നിലോട്ട് ചെല്ലുമ്പോൾ ലയങ്ങൾ കണ്ടു തുടങ്ങി. ലയങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ തേയില നുള്ളാൻ വന്ന് ഇവിടെ താമസമാക്കി അവർക്ക് വേണ്ടി കമ്പനി ചെയ്തു കൊടുത്ത സ്ഥലങ്ങളാണ്. താമസിക്കാൻ നമ്മളെ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയൂലേ, അതിൻ്റെ വേറൊരു പേരാണ് ലയം. എനിക്കൊന്നും അത് തമിഴ് വേർഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. എനിക്കൊന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരേ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളത് ഒരു പോസ്റ്റ് ഓഫീസാണ്. ഇതാണ് ആ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ട്. ഞാനാണ് ഏറ്റവും ലാസ്റ്റിലെത്തിയത്. ഇവരെല്ലാം റൈഡേഴ്സാണ്. സോ എന്നെ കടന്നു പോയി. ഞാനിങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. ഇടത് നിൽക്കുന്നത് ജസീന, ഓട്ടിക്കുന്നത് രാജി, മച്ച, ഇതാണ് ജിമ്മൻ അഭിലാഷ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അങ്ങനെ അഭിലാഷിനൊരു കൗതുകം തോന്നി. അവിടെ 2-3 പട്ടി കിടക്കുന്നുണ്ട്. അതിന് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ അഭിലാഷ്. അത് പിന്നെ ബിസ്ക്കറ്റ് തീർന്നിട്ടും പോകുന്നില്ല. അതാണ് പുള്ളിക്കാരൻ ലാസ്റ്റിൽ ബാറ്റൺ അവൻ്റെ കയ്യിൽ കൈമാറിയിട്ട് നൈസിൽ എസ്കേപ്പ് ആകുന്നതുണ്ട അഭിലാഷ്. പാവം ചെറുക്കന് ബിസ്ക്കറ്റിൻ്റെ കവർ ഏൽപ്പിച്ചിട്ട് നൈസിൽ എസ്കേപ്പായി. എന്തോ ഭാഗ്യത്തിന് പയ്യൻ, അത് രാജിയുടെ മോനാണ് കേട്ടോ, പയ്യൻ എസ്കേപ്പായി. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഫാക്ടറി, തേയില ഫാക്ടറി. 2001 ഇത് പൂട്ടിയത്. ഇതിന് ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പിന്നീട് വരുന്നുണ്ട്. ഞാൻ നാളെ, അതായത് ഞാൻ ഈ ഷൂട്ട് ചെയ്യണതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട്. ഇതിൻ്റെ അകത്തുള്ള മെഷീനറിയും കാര്യങ്ങളും. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും തേയില ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷവും അന്ന് പ്രോസസ്സ് ചെയ്ത തേയില ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോഴും പെട്ടിയിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഇതിൻ്റെ അകത്ത് കാണാനുണ്ട് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെയാണ് ഈ ബോണക്കാട് വരുന്നവർ എല്ലാവരും കുളിക്കുന്ന സ്ഥലം. നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോഴാണ് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴി വരുന്നത്. നമ്മുടെ റൈഡർ രാജി എല്ലാവരെയും വഴിതിരിച്ച്, അവൾക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത് നേരെ ഈ വഴിക്കാണ് ക്ഷേത്രമുള്ളത്. പക്ഷേ നേരെ അവളെല്ലാവരെയും വഴിതെറ്റിച്ച്. ഞാൻ പതിയെ വന്നുകൊണ്ട് എനിക്ക് വഴി അറിയായിരുന്നു, അതുകൊണ്ട് എനിക്കറിയായിരുന്നു. പക്ഷേ അത് അവരെല്ലാം തിരിച്ചു വെക്കുന്നു. ഇതാണ് നമ്മുടെ റൈഡർ രാജി. എന്ത് പറ്റി? ബോധമൊക്കെ പോയാ? എല്ലാവരെയും വഴിതെറ്റിക്കും അല്ലേ രാജി? ആ സന്തോഷം കണ്ടില്ല ഇത്രയും പേരെ വഴി തെറ്റിച്ചിട്ട്. ഇവിടെ ഇനി എന്തൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നു. കോമഡികളുടെ പൂരപ്പറമ്പാണ് ഈ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റിലൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇതാണ് വീണ്ടും രാജിയാണ് നമ്മുടെ ഇന്നത്തെ
രാജി വീണ്ടും വേറൊരു ഏതോ ഒരു വഴി കൂടെ കൊണ്ട് കയറ്റി. ഇപ്പം വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല, ഇങ്ങോട്ട് നീങ്ങുന്നില്ല. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതറില്ല രാജി, അതാണ് നമ്മുടെ രാജി. ഇതാണ് ഇങ്ങനത്തെ വഴികളാണ് കേട്ടോ. കാരണം ഇതിലേക്കൂടെ വലിയ വണ്ടിയൊന്നും പോകുന്നില്ല. കാരണം മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഇവിടെ പൂജയുള്ളൂ. അതുകൊണ്ട് തന്നെ വലുതായിട്ട് വണ്ടിയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് പുല്ല് പൊടിച്ച് കയറി കിടക്കുകയാണ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഹരിപ്പോറ്റി അവിടെ പാട്ടൊക്കെ ഇട്ട് തകർക്കുകയാണ്. നമ്മൾ വന്നപ്പോഴാണ് അവൻ പാട്ടിട്ട് തുടങ്ങി കേട്ടോ. കാരണം താഴെ നിന്നാലേ പാട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കയറി വന്നപ്പോഴൊന്നും പാട്ട് കേട്ടുകൂടുന്നു. ഇതാണ് ക്ഷേത്രം, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ബോണക്കാട്. ഭയങ്കര മനോഹരമായ ക്ഷേത്രം കേട്ടോ. കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ മുന്നിൽ കൂടെ തന്നെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. അതിൽ ഒടുക്കത്തെ തണുപ്പാണ്. ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കേട്ടോ. ഇതാണ് ചുറ്റുമുള്ള കാഴ്ച കേട്ടോ. ഇവിടെയൊക്കെ റിസോർട്ടൊക്കെ ഉണ്ടാക്കിയ അടിപൊളിയായിരിക്കും. രാത്രി തണുപ്പെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പാണ്. ഇതാണ് ലയം, നമ്മൾ താമസിക്കാൻ പോകുന്ന ലയം. എന്താ രസം. ഇത് നമ്മുടെ പോറ്റി ഹരിക്ക് അവർ അലോട്ട് ചെയ്ത ലയമാണ്. ഇവിടെയാണ് അവൻ താമസിച്ച് പൂജ ചെയ്യുന്നത്. അവനൊരു അത്യാവശ്യം ഇതൊരു സൽക്കർമ്മം പോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കേട്ടോ. അവന് വേറെ ഒരു പമ്പൊക്കെ ഉള്ള ഒരു മുതലാളിയാണ് ആശാൻ. പക്ഷേ ഇത് അവൻ്റെ മനസ്സിൻ്റെ ഒരു ശാന്തിക്കും സമാധാനത്തിനും പിന്നെ വിട്ടു നിൽക്കുന്ന ഒരു ആത്മീയതയുടെ ഒരു സംഭവമായിട്ട് അവൻ ചെയ്യുന്ന കാര്യമാണ്. ഞാനിവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇതിൻ്റെ മുകളിൽ റൂഫൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മഴയത്തൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇവരാരും ഇടാനുള്ള ഒരു ഇതൊന്നും കാണിച്ചില്ല. ഇവിടെ ഇരുന്ന് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ. ഇതാണ് ക്ഷേത്രം. ഏകദേശം ഒരു 6:30 ടൈമൊക്കെ ആയി. അപ്പം നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ഇതാണ് ക്ഷേത്രം. ഭയങ്കര ഒരു ഡിവൈൻ ടച്ചുള്ള ഒരു ക്ഷേത്രം കേട്ടോ. നമ്മളവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇനി നമ്മൾ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിനെ കാണിച്ചു തരാം. അവനാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അപ്പോൾ അഭിലാഷിന് ഒന്ന് തൊഴുവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അവനെ ഇതുവരെ കണ്ടില്ല, ഹരിയെ നമ്മൾ ഇതുവരെ കണ്ടില്ല. നമ്മൾ നേരത്തെ വന്നപ്പോൾ പൂജയുടെയൊക്കെ ഇതിലായിരുന്നു. ഹരിയുടെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 7-7:30 ആകുമ്പോൾ നട അടയ്ക്കും. അതുവരെ സമയമുണ്ട്. അതിനുശേഷം പായസമുണ്ട്, നല്ല അടിപൊളി പായസം കേട്ടോ. ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണം കേട്ടോ. മണ്ഡലകാലത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദിവസം വിസിറ്റ് ചെയ്യണം, മസ്റ്റായിട്ട്. അടിപൊളി അറ്റ്മോസ്ഫിയർ. രാത്രിയൊക്കെ വന്നാൽ പിന്നെ തിരിച്ചിറങ്ങി പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കമ്പനി ഉണ്ടെങ്കിൽ വരിക, അല്ലെങ്കിൽ വെളുപ്പാങ്കാലം അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ കയറ്റി വിടും. അങ്ങനെ വരിക. അങ്ങനെ ഞാൻ ഫുള്ള് നടന്നു തൊഴുതു. പിന്നെ രാജി കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നന്നായിട്ട് കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസീനയും കൂട്ടരും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അടുത്ത പായസത്തിനുള്ള വെപ്രാളത്തില്ല. അത് എപ്പോഴും കിട്ടുമെന്നും പറഞ്ഞാണ് അവളിരിക്കുന്നത്. അതാ കണ്ടില്ലേ ആ സ്മൈൽ, ആ വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. മുഖം കണ്ടറിഞ്ഞോളൂ. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഈ മസിൽമാൻ എന്തിനാണ് ക്ഷേത്രത്തിൽ വന്നപ്പോഴും ഈ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിനി അടുത്ത് പായസം ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴേക്ക് രാജി അവരുടെ സമപ്രായക്കാരായ കുറച്ച് സ്ത്രീകളോട് കമ്പനി അടിച്ച് സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളും മീൻ വാങ്ങിയില്ലേ, മീനിൻ്റെ വിലയൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. സമപ്രായക്കാരെ കണ്ടാൽ പിന്നെ രാജി വെറുതെ വിടത്തില്ല. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ, അതാണ് നമ്മുടെ രാജി. ഞാനും അഭിലാഷും തിരിച്ചു വന്നു കേട്ടോ. കാരണം ഇവിടെ ക്യാമ്പ് ഫയർ കത്തിക്കണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ലേഡീസൊക്കെ അവിടെ തന്നെ ഉണ്ട്. അടുത്ത് ഹരി വരണം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ
ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് കോമഡിയോട് കോമഡിയാണ് ട്രിപ്പ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ.